Jack Baboon broke his crown. Jill came bling after. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു ഡെയിലി വ്ലോഗുമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് രണ്ടാളും കളി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നേരത്തെ എഴുന്നേറ്റിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. 6 മണിയായപ്പോഴേ എഴുന്നേറ്റ് കുറേ നേരം പുറത്തൊക്കെ പോയി കളിച്ചിട്ട് വന്നേക്കാണ്. അവനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ പ്ലേറ്റും അടുത്ത് ഫാദിയുടെ പ്ലേറ്റ് ഉണ്ട്, ഇത് കണ്ടില്ല, അത് ഫാദിയുടെയാണ്. ഞങ്ങൾ ഒരുമിച്ചാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് മോനെ ഒന്ന് റെഡിയാക്കി വിടാണ്. അവൻ്റെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്, ബസ് കാത്തിരിക്കുക. റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സൈക്കിളിൽ അവനൊന്ന് കറങ്ങണം. ആ സമയത്ത് വാപ്പിച്ച് താഴെ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി റോഡിൽ നിൽക്കൂട്ടോ. ഞാൻ ലഞ്ച് ബാഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അവനെ കൊണ്ട് പറ്റുന്നില്ല അത് എടുക്കാനായിട്ട്. അവൻ ഒരുപാട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് 2 ബോട്ടിലായിട്ടാണ് ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നത്. കാരണം ഡാൻസ് പ്രാക്ടീസ് ആണല്ലോ, ആകെ കുഴലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മോളെ ഒന്ന് റെഡിയാക്കാണ്. എവിടെ ഒന്ന് കുളിപ്പിക്കണം. ആദ്യം എണ്ണ തേപ്പിക്കാം. എണ്ണ തേച്ച് കിടപ്പുണ്ടല്ലോ നമ്മുടെ സുന്ദരി കുട്ടി. എണ്ണ തേച്ച് കുറച്ച് നേരം കിടക്കണം എന്നുണ്ടെങ്കിൽ ജനലും എന്തെങ്കിലും തുറന്നു കൊടുക്കണം. അപ്പോൾ കാഴ്ചയൊക്കെ കണ്ട് അവൾ കുറച്ച് നേരം കിടക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാടാം. അങ്ങനെ കുളിച്ചൊക്കെ വന്നിട്ട് ഞങ്ങൾ പുതിയ ഡ്രസ്സ് ഇടാൻ പോവാണ്. നിങ്ങൾ ഒരുങ്ങി സുന്ദരിയായോ? ഇവളെ നേരത്തെ കുളിപ്പിച്ച് റെഡിയാക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇവളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 11 മണി തൊട്ട് എനിക്കൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ രാവിലെ തന്നെ ഇവളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവൾ പകല് തീരെ ഉറക്കമില്ല. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കാനും പറ്റിയില്ല. ഉച്ച കഴിഞ്ഞാണ് അവളൊന്ന് ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ഫാദിക്കുട്ടൻ എത്തിയിട്ടുണ്ട്. ഈ ഇട്ടിരിക്കുന്നത് അവൻ്റെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമാണ്. ഇന്ന് അവൻ്റെ മിസ്സ് ബാഗിൽ കൊടുത്തു വിട്ടത്. അപ്പോൾ അത് അവന് പറ്റുമോ, സൈസ് അഡ്ജസ്റ്റ് ആവുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് നോക്കിയതാ. അപ്പോൾ മോളെ ഹാളിൽ ഇങ്ങനെ ഞങ്ങൾ ബെഡിൽ കിടത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവൾക്ക് അവിടെ കിടക്കാൻ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പൈനാപ്പിളും കൂടി കഴിച്ചു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഡിന്നറൊന്നും അങ്ങനെ ഇപ്പോൾ കഴിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഡിന്നറൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. താങ്ക്സ് ഫോർ വാച്ചിങ്.